ഹലോ ഫ്രണ്ട്സ്, ലിറ്റിൽ ബീറ്റ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ബാക്കി വരുന്ന ചോറ് ഉപയോഗിച്ച് ഒരു അടിപൊളി 4 മണി പലഹാരമാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഈ റൈസ് ബോൾസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 മീഡിയം സൈസ്ഡ് ഉള്ളി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, 2.5 കപ്പ് വേവിച്ച ചോറ്. ഇത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരിഞ്ഞു വെച്ച ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ആഡ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീരകം എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് കടലപ്പൊടിയും അതോടൊപ്പം 1/4 കപ്പ് അരിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. വെള്ളം കുറവെന്ന് തോന്നിയാൽ ചെറിയ ചൂടുവെള്ളം ചേർക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഇതുപോലെ ഇതിനെ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. വറുത്തുകോരി എടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബോൾസ് എല്ലാം ബ്രൗൺ കളർ ആവണം. അതുകൊണ്ട് നമുക്ക് എല്ലാ ബോൾസും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. എന്നാൽ മാത്രമേ എല്ലാ ബോൾസിനും ഒരേ കളറ് കിട്ടുള്ളൂ. നമ്മുടെ റൈസ് ബൗൾസ് ഏതാണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ എല്ലാവർക്കും ഈ റൈസ് ബോൾസ് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ വളരെ ഔഷധ ഗുണമുള്ള പൊന്നാരി വീരൻ എന്ന സസ്യത്തിൻ്റെ ഇല ഉപയോഗിച്ചിട്ടുള്ള ഒരു തോരനാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും. താങ്ക്